നയനിക്കുട്ടിയുടെ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ എന്തെങ്കിലും ഒരു തീമായിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ 8th ബർത്ത്ഡേ ബാർബി തീം മതിയെന്ന് നയനിക്കുട്ടി പറയാറുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാർബിയുടെ ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയലൊക്കെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഡാർക്ക് പിങ്ക് ഫ്രോക്ക് മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഞാൻ ഡാർക്ക് പിങ്ക് കളറിലുള്ള സാറ്റിൻ ലൈനിങ് ആയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബീഡ് വർക്കുള്ള നെറ്റും പ്ലെയിൻ നെറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈനിങ്ങിൻ്റെ പീസ് രണ്ടാക്കി മടക്കിയിട്ടിട്ട് നയനിക്കുട്ടിയുടെ ഒരു ടോപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തു. യോക്ക് പോർഷനിലും സ്ലീവും മാത്രം വർക്കുള്ള നെറ്റും ബാക്കി എല്ലാതും പ്ലെയിൻ നെറ്റും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബോട്ടം പാർട്ടിലേക്കുള്ള പ്ലേറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ 19 ഇഞ്ച് നീളത്തിൽ സാറ്റിനും അതുപോലെ നെറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ച് നീളത്തിൽ അതും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വർക്കുള്ള നെറ്റിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് വരുന്ന ബീഡ്സ് ഒക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൂചി മാറ്റാനേ നേരം ഉണ്ടാവുള്ളൂ. ഈ ബീഡ്സുള്ള നെറ്റും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഒരു പ്ലെയിൻ നെറ്റും വെച്ച് അടിച്ചു. പിന്നെ നമ്മുടെ സാറ്റിൻ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് അടിച്ചിട്ട് കട്ടിട്ട് കൊടുത്തിട്ട് മറച്ചടിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള പീസിൻ്റെ 2 സൈഡിലും കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് ആ 2 സൈഡും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ടിട്ടിട്ട് അടിച്ചപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടി വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത് നല്ല ഭാഗത്തേക്ക് മറയ്ക്കുമ്പോൾ ഇതേപോലെ കിട്ടും. അത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അത് പതിച്ച് വെച്ചിട്ട് അതിൻ്റെ അറ്റം സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ബാക്ക് സൈഡിലേക്കും ചെയ്യുന്നത്. ആദ്യം തന്നെ 2 പീസ് പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒപ്പം വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ലൈനിങ് ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ ഗ്യാപ്പിട്ട് കൊടുത്തിട്ട് നെക്കും അതേപോലെ കൈക്കുഴിയും അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് പതിച്ച് വെച്ച് ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെ അടിച്ചിട്ട് പിന്നെ ഒന്ന് മറച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടി ആ പ്ലീറ്റ്സ് ഇട്ട ആ സ്ലീവ് ഉള്ളിൽ കൂടി കടത്തിയെടുത്തിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ അടിച്ചു കൊടുത്തിട്ട് പിന്നെ മറയ്ക്കുമ്പോൾ ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ബാക്ക് സൈഡിലും ഒന്ന് പതിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. സിബൊന്നും അറ്റാച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ലൂസിലാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം കഴുത്ത് കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. അതിനായിട്ട് സാറ്റിനെ എടുത്തിട്ട് 1 ഇഞ്ച് വീതിയിൽ അടിഭാഗം പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാലേ ആദ്യം ഒരു 2 ഇഞ്ച് വീതിയിൽ ഫ്രണ്ടിലേക്ക് മടക്കിയിട്ട് പിന്നെ അത് ബാക്കിലേക്ക് തന്നെ 1 ഇഞ്ച് വീതിയിൽ മടക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നെറ്റ് ഫാബ്രിക്കിലും ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊന്തി ബാർബി ഫ്രോക്ക് ആകുമ്പോൾ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത്. പിന്നെ 2 സൈഡിലേക്കുള്ള വള്ളിക്ക് വേണ്ടിയിട്ട് നീളത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ 1 ഇഞ്ച് നീളത്തിൽ അടിച്ചെടുത്തിട്ട് മറച്ചെടുത്തു കേട്ടോ. കുറച്ചും കൂടി വിരിഞ്ഞ് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റിഫ് നെറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 16 ഇഞ്ച് വീതിയിൽ ക്രേപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. അതിനേക്കാളും വീതി കുറച്ചിട്ട് സ്റ്റിഫ് നെറ്റും കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഈ ലൈനിങ് സാധാരണ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റിഫ് നെറ്റ് അതിനേക്കാളും കുറച്ച് ഇറക്കി വെച്ചിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യം നെറ്റിൻ്റെ ഫാബ്രിക്കിലും സാറ്റിനിലൊക്കെ ഇട്ട് കൊടുത്തില്ലേ, ഫ്രണ്ടിലേക്ക് മടക്കിയിട്ട് പിന്നെ അതിൻ്റെ ബാക്കി ബാക്കിലേക്ക് മടക്കിയിട്ടുള്ള പ്ലീറ്റ്സ്, അങ്ങനെ പ്ലീറ്റ്സ് ആണ് ഈ സ്റ്റിഫ് നെറ്റിലും ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പൊന്തി നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ലൈനിങ്ങും അതേപോലെ നെറ്റും കൂടിയിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തു. അത് പിന്നെ നമ്മുടെ യോക്ക് പോർഷനിൽ വെച്ചിട്ടും അത് ജോയിൻറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട ഭാഗം യോക്ക് പോർഷനിൽ ഫ്രണ്ടിലും ബാക്കിലും ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുള്ള ആ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കും. നമ്മൾ ആദ്യം ഈ നെറ്റും യോക്കും കൂടി വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുള്ള ലൈനിങ് വെച്ച് അടിക്കാനായിട്ട്. എന്നിട്ട് അത് ഇങ്ങോട്ട് മറയ്ക്കുമ്പോൾ നമ്മൾ അടിച്ചിട്ടുള്ള തയ്യൽ തുമ്പൊക്കെ ഉൾഭാഗത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ തയ്യൽ തുമ്പോ സ്റ്റിച്ചോ ഒന്നും കാണില്ല. ഇതിൻ്റെ 2 സൈഡും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ തുമ്പത്തായിട്ട് ഞാൻ ബീഡ്സ് തുന്നിയെടുക്കുന്ന ലേസും തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മുടെ ബാർബിയുടെ ഫ്രോക്ക് എങ്ങനെയുണ്ട്? അപ്പം നമ്മുടെ ബാർബി ഫ്രോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.